അപ്പൊ നമ്മളെ പെണ്ണുങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. നാത്തൂന്റെ കുട്ടികളൊക്കെ വന്നിക്കണ പോലെ പറ്റിച്ച പരിപാടിയാണ്. ഇതൊരു ബ്ലാക്ക് ഫുള്ള്. ഞാൻ ഇങ്ങനെ ആവുന്ന വിചാരിച്ചിട്ടില്ല. ഫുൾ ബ്ലാക്ക് പെയിന്റ് അടിച്ചാണ്. ബ്ലാക്ക് ഇപ്പം പെയിന്റ് അടിച്ചു, ഞങ്ങളെ ചെറുക്കം പെയിന്റ് അടിച്ചു. ഇങ്ങനെ ഫൈനൽ ലുക്ക്. പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷെ ഇങ്ങനെ ആവും വിചാരിച്ചു. ഞാൻ ആദ്യം എടുക്കാൻ വിചാരിച്ചില്ല. അപ്പൊ ഇങ്ങനെ ആയപ്പോഴാണ് പിന്നെ ഞാൻ ആദ്യം എടുത്താൽ മതിയെന്ന് പറഞ്ഞു നമ്മളോട്. ആദ്യം നമ്മളെ പുച്ഛായിരുന്നു. ഈ കുട്ടിക്ക് നല്ലൊരു കുപ്പായിട്ട് കൊടുത്താണ്ടല്ലോ. കുട്ടിയുടെ കുട്ടിന്ന് ഊഞ്ഞാലാണ് കേട്ടോ. എല്ലാരും നെറ്റിയേക്കണ എന്റെ കലാകാരൻ. എന്താ ചെറിയ അറിയാല്ലേ? നമ്മള് പെണ്ണിനെ നമ്മള് കുപ്പായത്തിന് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോയ്സ്. നാത്തൂമാരെ പറ്റിച്ചാന് അല്ല, നാത്തൂമാരെ കുട്ടികളെ എങ്ങനെയൊക്കെ പറ്റിക്കാവുന്നതാണ്. എന്താ ചെയ്യ അത് ഒരു കുട്ടി ഊഞ്ഞാലാണ് നോക്ക. ഒക്കെ സങ്കടപ്പെട്ട് തിരിഞ്ഞിരിക്കാണ് ഉണ്ടോ. പെയിന്റ് അടിന്റെ ഊക്കിയിട്ട് നില ഫുള്ള് പെയിന്റാ. പെരന്റെ ഉടമക്ക് വേജാറ് പിടിക്കണ. കാരണം ഇതിലൊക്കെ പെയിന്റ് തെറിച്ചിക്കണ്. എന്നാ ചെയ്യാതെയോ കൊണ്ടേക്കോ. എന്നാ പോവല്ലേ? ഇനിയെന്താ പരിപാടി? ഇവിടെ തക്കാരാണ്. അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോണം. ഇടക്കിടക്ക് ഒന്നും നോക്കണ്ട. ആര്? ഞാന് ഇടക്കര പോണം. ബ്രോസ്റ്റും ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങാം. ഇവിടെ ചെറിയ പരിപാടി. ചെക്കനും പെണ്ണിനും മാത്രം വിളിച്ചിട്ടുള്ളൂ. ഇന്നാള് കല്യാണം കഴിഞ്ഞ ഇതാണ്. അപ്പൊ നല്ലൊരു അടി അടിക്കണം. മഴയല്ലേ, ബ്രോസ്റ്റ് ഒക്കെ ഒന്നും തകർക്കും. അതിനാണ് ഞാൻ വന്നിക്കണത്. കുറച്ച് കാലത്തിന് ഇഡ്ലിക്കും ദോശക്കൊക്കെ വിടാ. ഉമ്മക്ക് പൂജ ഇഡ്ലി ചട്ടിണി ഞാൻ കുറച്ച് പോയി കുറച്ച് പാർസൽ കൊണ്ടുവരായിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞൂടെ? അയ്യോ. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. മറ്റേ ക്ലിപ്പില് സലാം പറഞ്ഞിട്ടില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ വല്ല സൗണ്ട് വെച്ചിട്ടൊരു വീഡിയോ ആണ്. അതൊക്കെ ഇടക്കിടക്ക് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ ആള് ഒരുങ്ങിയോണ്ട് നിൽക്കുകയാണ്. ഷാറുഖാൻ പരിപാടി കണ്ണു ഉണക്കുണ്ടോ? കണ്ണു ഉണക്കുണ്ടോ ചോദിച്ചാ? കണ്ണും ഇൻവേർട്ടർ കഴിച്ചു. എന്ത് ഇൻവേർട്ടർ കഴിച്ചിട്ടോ? അത് കറണ്ട് വേണം. ഇതൊക്കെ കറണ്ട് പോയത് വർക്കാവൂല. അതിന്റെ ഒരു പവർ നോക്കാം. നമ്മളെ അതിന്റെ കപ്പാസിറ്റി താങ്ങാണ്ടാണേ നിക്കാണ്. അതാ വന്നു. അതേ മാറ്റ്. ഇനിയിപ്പോ ഞാൻ കണ്ണാടി വന്ന് ചൊക്ക് നോക്കുകയാണ്. അല്ല, ആകെ 2 തോയിലുണ്ട്. കൊറേ അങ്ങോട്ടിട്ടുണ്ടോ ഇങ്ങോട്ടിട്ടുണ്ടോ. ശരിക്കും 4 രോമുണ്ട്. എന്തൊക്കെ ഞങ്ങള് കാട്ടിക്കോട്ടും. എന്ത് കാട്ടാളല്ല. അതായത് ആള് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ദുൽഖർ സൽമാൻ ആണെന്ന് എന്നോട് പറഞ്ഞു. ആ ഫോട്ടോ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അതല്ല ഹിറ്റ് ചെയ്യും. എന്നെ പെണ്ണാലോചിച്ചിട്ട് കാലത്ത് അന്ന് 23 വയസ്സുണ്ട്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരാള് കിട്ടിക്കണേ. എന്നിട്ട് പെണ്ണാണാൻ അയച്ച ഫോട്ടോ ഏതാ നിങ്ങൾക്ക് അറിയോ? ആമേൽ കോളേജില് പഠിച്ച് 20 വയസ്സുള്ള ചെക്കന്റെ ഫോട്ടോ വെച്ച് പെണ്ണാണാൻ വിട്ടു നിൽക്കുക. അന്ന് തുൽക്കറായി പറഞ്ഞ അന്നത്തെ അയച്ച നിൽക്കണേ. നമ്മളെ കജ്ജിലുള്ള ഫോൺ അറിയാം, സാംസങ്. പക്ഷെ ഇല്ല ക്യാമറയിലൊക്കെ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. ക്യാമറ എടുത്തിന്നാണ് പറഞ്ഞ് മുട്ടതേ. കാണാൻ വേണ്ടി വിട്ടുകൊടുക്കുമ്പോ ഏറ്റവും രസമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞതാണ് നിങ്ങള് വിട്ടു നിക്കണ്. ഗൾഫിലൊക്കെ പോയി വന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്ത് വിചാരിച്ചിട്ടില്ല?
പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെയാണ്. ഒന്നാം ക്ലാസ് തൊട്ട് തന്നെ ഞാൻ എപ്പോഴും പറയില്ല എല്ലാരോടും. ഞാനും പറയില്ലല്ലോ എങ്ങനെ അറിയോ മാറിയിട്ടില്ല. നിങ്ങൾ എന്റെ 16 വയസ്സിലാണ് നിശ്ചയം കഴിക്കണം. അതിന്റെ കാര്യം 20 24 പ്രായം പറയാൻ പഠിക്കുന്നു. പഠിച്ചോ നിങ്ങളല്ലേ കുറക്കല് അല്ലേ? ഞാനും കുറക്കലില്ല. വയസ്സിന്റെ പേടിയൊന്നും ഞമ്മക്കില്ല. അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങളിച്ച് പെണ്ണാണാ മുട്ടുന്നത് അമേരിക്ക കോളേജ് പഠിച്ചണേ ഇങ്ങനെ അങ്ങനെ തന്നെ അതാ കിടക്കണം. ആ മോന്നണ്ടപ്പോ ഞാൻ പറഞ്ഞ വേണ്ടാന്ന്. അയ്യോ അതില് കൊറേ ആൾക്കാര് പറയണ്ടല്ലോ വെഡിങ് സ്റ്റോറി ഇടാന്. അയ്യോ പറയേ അന്നത്തെ പോലീസുകാരനൊക്കെ പൊണ്ണാണാ വന്നിട്ടില്ലേ? 10 ആവും തരാറിന്. ഓനാ പോലീസ് പണി തന്നെ നിർത്തി. ആരാന്ന് ഞാൻ പറയാം. നിങ്ങളറിയല്ലേ ഞാൻ തേക്കുമാണോ ബ്യൂട്ടി കോൺഫിഷൻ സെലിബ്രിറ്റി തേക്കാതൊന്നും പുറത്തൊക്കെ ഇറങ്ങില്ല. അതെ അല്ലെന്ന് പറഞ്ഞിറങ്ങോ. എന്റെ മാറ്റില് നേരത്തെ കഴിഞ്ഞിരിക്കണം കേട്ടോ. എന്റെ എല്ലാ പരിപാടി കുട്ടീനൊരുക്കി ഞമ്മള് കുളി നനയൊക്കെ കഴിഞ്ഞ് വരുന്ന നേരാപ്പത് നോക്കി ഇൻവേർട്ടർ വർക്കാവൂല കണ്ടില്ലെങ്കിൽ. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ചിത്രവേര ഞാനല്ലേ ഇരിക്കണം. നിങ്ങൾക്ക് പോയി കുളിച്ചോടി കഴിഞ്ഞോ? അപ്പൊ പാവണ ഞാൻ തേച്ച് കൊടുക്കട്ടെ. ഇതിനും കൊണ്ട് പെയിന്റ് ഇടിപ്പിച്ചിട്ടെ പരിപാടി ഇറക്കൂല. ചെല്ലുന്ന നല്ല നല്ല പരിപാടികൾ നമ്മള് പെരിയെന്നൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. നിങ്ങളപ്പൊ പറഞ്ഞില്ലേ ഇവിടെ തക്കോടത്തില്ലേ അന്ന് ഞങ്ങള് കല്യാണത്തിന് പോകാന്ന് പറഞ്ഞപ്പോ എല്ലാരും ഞാൻ ചോദിച്ചു ആരെ കല്യാണാണ് വീഡിയോ എടുക്കേന്. അപ്പൊ ചെറിയ ആക്കുവിന്റെ ബാക്കിക്കാരല്ലേ കുടുംബക്കാരൻ. ആ ചെറിയ ആക്കുവിന്റെ മാറ്റ ആങ്ങളുടെ ആങ്ങളന്റെ മകന്റെ കുട്ടി. അപ്പൊ അതുപോലെ കല്യാണം ഇനി അതിന് വീഡിയോ കാര്യൊന്നും ഇല്ല. ഇനി 3 പട്ടികള് വറ്റുന്നു. ആദൂനെ കൊടുത്താലോ? എല്ലായിടത്തും പട്ടികളാട്ടോ. ആ അന്ന് ഞങ്ങള് കൊണ്ടുവരാൻ പോയപ്പോ ഒക്കെ റോട്ടില് പട്ടിയാണ്. എന്തിന്റെ കടിച്ചാനോ എനിക്ക് തിരിച്ചും ചിന്തിക്കൂടെ? വെറുതെ ചേച്ചിയാണ് ആണുങ്ങളെ ഒരു കാര്യമല്ല. പാൽ ചായക്ക് പാൽ ചായ, കട്ടൻ കാപ്പിക്ക് കട്ടൻ കാപ്പി ഇട്ടിട്ട് തെറ്റില്ലേ? ഇന്ന് കിണറ്റത്തെ വള്ളം കഴിഞ്ഞ് ഞാൻ ചെറിയാക്കൂനോട് ചോദിച്ചാ ആ വെള്ളം ഒന്ന് മുക്കുവോ? ചെറിയാക്കേ ഓയ് കേട്ട ഭാവം നടിച്ചില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ആ കുട്ടിന്റെ കാലിന് ചാടി നനഞ്ഞ് ഞാൻ പൈപ്പിട്ട് അപ്പൊ ചെറിയ ഓയ് മനസ്സിലായില്ല. ആ മുന്നിക്ക് കാട്ടി കൊടുക്കേ. ഓനൊരു കോഴിപ്പീടി പോയിട്ട് ചെറിയാപ്പ് 2 മീനാളെ വാങ്ങി കൊടുത്തിക്കണേ. എന്നു പറയ് പറഞ്ഞോ നോക്കി പറയും. മീൻ വാങ്ങിക്കണ് ഇങ്ങോട്ട് നോക്കേ ഫോൺ നോക്കേ. കൊട്ടുണ്ടാക്കി അതിലിട്ടു മീനല്ലേ. ഞങ്ങൾ ചോറും റസ്കൊക്കെ കൊടുക്കും. മീൻ ഓന് പൊക്കം മനസ്സിലാക്കുന്നുണ്ട്. എന്തെന്തേലും യൂട്യൂബില് വന്ന് പറയണമെന്നില്ല ഒരു മൈൻഡ് കിട്ടി. നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറയാനോട് 2 മീൻ വാങ്ങിയ കാര്യം. അപ്പൊ ഞങ്ങളിപ്പോ പോണത് ഇടക്കിടക്കാണ്. ഇടക്കിടെ പോയിട്ട് അപ്പൊ ഇനി പോവല്ലേ? എന്തേലും പറയാനൊരു പറയും. ഒന്നുമില്ല. പെരയിലുണ്ടാക്കാനും ഞാൻ ഉണ്ടാക്കണ്ടാണ്. രാവിലെ കൊറേ ചോറും കൂട്ടാനും ചായക്കടയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇനി വൈകുന്നേരം പിന്നെ അതിന് ഒരു പണി ഉണ്ടാക്കിട്ട് പോയോണ്ടൊക്കെയാണ് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. സാധനം കാര്യൊക്കെ ഓർഡർ ചെയ്തിക്കണ്. സാധനം കിട്ടാൻ ടൈം ആവും. മസ്റ്റ് ഫ്രൈ പിസ്സ. അതുകൊണ്ട് എന്താ അറിയല്ലേ
കഴിക്കാൻ പാർസലാണ് പറഞ്ഞത്. 2 കോഫിയോടെ പറഞ്ഞത്. രാത്രിയായോ? വായി രാത്രിയായോ? ഇവിടെ കടിയും കാര്യമൊന്നുമില്ല ചായക്ക്. അല്ല മീനിപ്പോ നമ്മള് ഉറങ്ങിക്കാണോ? അതോ എന്ത് ഗെയിം കളിച്ചാണോ? രാത്രി പരിയുന്നാണ് ഇവിടുന്നല്ല. ഇല്ലട്ടോ നല്ല പരിയുന്ന യൂട്യൂബത്തെ എല്ലാരും കണ്ടോളിട്ട് അത് ഗെയിം കളിച്ചാണോ ആ പ്രയത്തിന് നിങ്ങൾ ഇങ്ങോട്ട് വിട്ടോളി. ഓനെ വന്ന് തിന്നോട്ടെ. ചെറിയപ്പോ എന്താ പരിപാടി? പോസ്റ്റ് കോഫി കോഫി കുടിക്കുക, ഒന്ന് ഫ്രഷ് ആവുക, പോവുക. കൊടുത്തോളാം. ഫ്രഷ് ആവുക, പോവുക. കോഫി കുടിക്കുമ്പോ ഒരു എനർജി വരും. ഒരാളവിടെ പിസ്സന്റെ മെനു കാർഡൊക്കെ നോക്കുന്നുണ്ട്. ഒരാളവിടെ കുത്തിരിക്കുന്നുണ്ട്. ഇറ്റാലിയൻ കലാത്തി പിസ്സ, ചിക്കൻ ടിക്ക പിസ്സ, ചിക്കൻ സുപ്രീം പിസ്സ, ചിക്കൻ തന്തൂരി പിസ്സ. പിസ്സനോട് നമുക്ക് താല്പര്യമില്ല. പിസ്സ മാറ്റി വെച്ചു. പയമ്പൊരി അങ്ങ് കൈ കുടിച്ചതിലെ പയമ്പൊരി, കട്ട്ലേറ്റ്, സമൂസ. അവിടുത്തെ വീഡിയോ രണ്ടെണ്ണം വാങ്ങി നോക്കി. എവിടുത്തെ വീടിന് വന്ന വയ്ക്കില്ല. വണ്ടി ഓട്ടാറിയില്ലേ? തമാശ അറിയല്ലോ. പത്താടി ആയിക്കോട്ടെ. തീരെ കഥല്ല. കൈ പിടിച്ച പോലെ ഇവിടെ റോസ്റ്റ് അങ്ങനെ റോസ്റ്റില്ലേ പെരിന്നോളെ ഓലക വന്നു പോയിട്ടാ പറ്റുമോ? പാർസല എന്നിട്ട് പറയ് എന്തേലൊക്കെ പറയങ്ങളെ. നിങ്ങളെ എന്നേലൊക്കെ കാണുള്ളൂ ആൾക്കാര്. വേറെന്താ നമ്മളെ മറ്റേ സ്റ്റോറി ഇടണം, മാരേജ് സ്റ്റോറി. ലവ് ലെറ്റർ ഇടാണ്ട് ആൾക്കാർ വിചാരിച്ചു നിങ്ങൾ നോണ പറഞ്ഞില്ല. ഫസ്റ്റ് നിങ്ങളാദ്യം അറേഞ്ച് മാരേജ് അല്ലേ പറഞ്ഞത്, പിന്നെ ലവ് സ്റ്റോറി ആക്കി എന്നൊക്കെ പറഞ്ഞത്. അത് പറയണ്ട. കുറച്ച് കമന്റ് ഉണ്ട് കണ്ടത്. അത് വെച്ച് ലെവല് എഴുതിങ്ങാണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഓൾ അങ്ങോട്ട് അയച്ച കാര്യമാണ് പറഞ്ഞത്. അതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇടക്കിടക്ക് ഓരോരുത്തർ വന്ന് നോക്കുന്നുണ്ട് എന്ത് ചെങ്ങന്മാര് കാട്ടുന്നത്. ഇവിടെ ആരുണ്ടോ? ഇടക്കിടക്ക് ഓരോരുത്തർ വന്ന് ഇങ്ങനെ നോക്കി പോകുന്നുണ്ട്. അത് സാധനം എന്തേലും എത്തി തരാനല്ല. ഈ 2 ചെങ്ങന്മാരെന്താ ഇവിടെ കാട്ടുന്നത്? ഈ 2 ആൾക്കാരെന്താ ഇവിടെ കാട്ടുന്നുണ്ട്? അതോ ആവുന്നല്ല. അവിടെ ആരാ ഐഫോണ് കുത്തിച്ച് പോയിക്കണ്. ഇവിടെ ഫോണ് കുത്തിച്ച് പോയിക്കണ്. അയ്യോ അപ്പൊ ഇത്ര ഉള്ളു പ്രസ്റ്റീജ്. ഇതെന്താ പ്രസ്റ്റേജിന്റെ പഠിച്ചു? അന്നൊന്നും ബ്രോസ്റ്റിന് പ്രസ്റ്റീജ് എല്ലാരും വരില്ലേ? കടകൾ വന്നു. ഇത് മാത്രം ഇങ്ങനെ പോകും. ആൾക്കാരെ വിചാരിച്ചു നിങ്ങൾക്ക് ഇവിടെ ഇത് പ്രൊമോഷന് കാര്യം നല്ലത്. ഇവിടെ കേറിയതാണ്. അതാണ് ഞങ്ങളെ കേറുന്നത് മാത്രം കാട്ടിയത്. 5 മണിക്കൂർ ഇവിടെ പോസ്റ്റാണ്. അങ്ങനെ നമ്മള് കാത്തുന്ന കോഫി രസമുണ്ടോ? ഇവിടെ ഒരാള് കോഫിക്ക് വാട്ടം മുടിച്ചിട്ടുണ്ട്. സാധനം ചൂടാണ്. നല്ല ചൂടല്ലേ? ചൂട് നല്ല രസമുണ്ട്. ഇനി സാധനമൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലോട്ട് നമ്മള് സാധനം കാര്യമൊക്കെ വാങ്ങി വരുന്നുണ്ട്. എന്താ പറയുമ്പോ ഇതാണ് ലഗേജ്. ഞാൻ തിരുപ്പൂർക്ക് പോവാണ്. ചട്ടിനി സാമ്പാറേ തികയുള്ളൂ അല്ലേ? എന്നാ പോവാ. ഇനിയിപ്പോ തക്കാരം കഴിഞ്ഞില്ലേ? അപ്പൊ ഞങ്ങളിഞ്ഞ് പോട്ടെ. അതൊന്ന് നോക്കിക്കോട്ടോ. കൊഞ്ഞാട്ടോ ഇവിടെ മാതിരി കട്ടയാണ്. അപ്പൊ പോയോക്കട്ടെ. തണുപ്പല്ല സാധനം. ഞാൻ പിടിച്ചെന്നാ അയ്യോ ഞാൻ കേറുണ്ട്. അങ്ങനെ നമ്മളെ ഇറങ്ങി പോയോണ്ട് എന്താ പറയല്ലേ? ഞങ്ങള് പെരീക്ക് പോവാണ്. ഗായ്സ് പറയും, ഉറക്കനെ പറയും. ഇതിന്റെ ഡാൻസ് ഒക്കെ എല്ലാരും കണ്ടോച്ചോക്ക്.
നിങ്ങള് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പറയുന്നത്. ഞാൻ നല്ലോ കഴിച്ചിട്ടുണ്ടോ ചോക്ക്? എല്ലാ കഴിച്ചത് മൂട് കുത്തി കഴിച്ചിട്ടുണ്ടോ ചോക്ക്? മൂട് കുലിക്കില്ല ഗൾഫാനൊക്കെ നടത്തിയപ്പോ ഞാൻ ആകെ പോയിനി. ഞാൻ ആ സ്റ്റേജില് ഇരുന്നപ്പോ ഞാൻ ഓന്റെ നേരെ മുന്നിലേനി നിലത്തിരിക്കാം ഇങ്ങനെ. സ്വഭാവമാണെങ്കിലേ ആ കേൾക്കൂല. സ്വഭാവത്തോടെ കേറി എന്തായാലും പറയാ സഭാകത്തോ സംഗതിയില്ല. ചെറിയ അതില് പരിപാടി അവനാന്റെ ആൾക്കാരുടെ കുട്ടികളുടെ ആവുമ്പോ പോയിരിക്കാന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നീനോല്. അത് ഞങ്ങൾ എന്തായാലും നിലത്ത് പോയി കുത്തി ഇരുത്തെ വേറൊരു പെട്ടിനെ ഞാൻ എന്താ ഡേൽസൽ ചെയ്യിപ്പിച്ച് ഞാൻ വീഡിയോ കൊടുക്കാന്നും പറഞ്ഞു. അതിൽ ഞാൻ നേരെ മുന്നിലാണ് സ്റ്റേജിൽ എന്താ പറയാ അത്രയും എടുത്താണ് ഞാനില്ല. ഞാൻ എന്നിട്ട് മുഖം പൊത്തിരുന്നിക്കാണ്. കാരണം കണ്ട എന്തായാലും ഇറങ്ങി വരും. ചെറിയ അപ്പനെ കണ്ടിട്ടില്ലേ ഓനെ? നിങ്ങളൊരു നോട്ടം നോക്കിക്കണോ ഓനെ? ആ ചെറിയാപ്പന് ആദ്യം നോട്ടം നോക്കിയാൽ ചെറിയാപ്പ ചിരിച്ചില് ഓന് ചിരിച്ച്. പിന്നെ ആളങ്ങനെ എന്താ പറയാ ഫസ്റ്റ് ഒന്ന് കുലുങ്ങിയില്ല. പിന്നെ പാട്ടിട്ട എല്ലാരും കുലുങ്ങുന്നുണ്ടോ കഴിച്ചാണ്. അങ്ങനെ ഞങ്ങള് ഡാൻസ് ഒക്കെ കഴിക്കൂലേ? കുടുംബോയി ആയി. സ്റ്റെപ്പൊക്കെ കളിച്ച് സ്റ്റേജൊക്കെ കളിച്ചല്ലേ? ചെറിയാപ്പോ പാട്ട് പാടാൻ വേണ്ടി കാട്ടുകൂടെ പോവാണ്. ചെറിയാപ്പോ കാട്ട് കാണാൻ വേണ്ടി ആ കേട്ടോ അങ്ങാടിന്ന് കേറി. അല്ലെങ്കിൽ എന്തെങ്കിലും സുൽത്താനും കൂടെ പോയിനേ. ഒന്നല്ല അതിന് പോയാ നമ്മൾ പറഞ്ഞു. ആ എത്തും. അല്ല ഇപ്പൊ ഒന്ന് പാടുവോ? അപ്പൊ പാട്ടുണ്ടോ? പാട്ടില്ലാതെ എന്നൊരു പാട്ടാണ്. ചോറ് പാടി കൊടുത്തള എന്റെ പാട്ടല്ലേ? അല്ല പാട് വണ്ടിയാള് വരുന്ന പാട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഉള്ള പാട്. ഒരു വെൺപിറാവ് പോലെ സഖിനി പറന്നു വന്നു നിറമുള്ള നിത്യവിധി പറയാതെ ഞാനതന്നു. ഒരു വെൺപിറാവ് പോലെ സഖിനി പറന്നു വന്നു നിറമുള്ള നിത്യവിധി പറയാതെ ഞാനതന്നു. ഇനിയുള്ള കാലമേ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ആക്കണം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. അസ്സലാമു അലൈക്കും.